Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, fine. We can start. Who is going to do prayer? Ready? So you have the chance. Please. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the world, the beneficent, the merciful. Honor of the day of judgment, where do we worship, where do we astray? Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. Anything? Okay, we can start. നമ്മൾ എവിടം വരെയായി? Where were we? Yes. New chapter at the Montessori environment. Okay, self-construction ഒക്കെ കഴിഞ്ഞു. Montessori prepared environment ആണ് ഇപ്പോൾ, അല്ലേ? Right? എക്സാംസ് നടക്കുന്നോണ്ടാട്ടോ നിങ്ങളുടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ട് ഡിലേ ആയത്. ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാണ്. 2 ചാപ്റ്റേഴ്സിന്റെ ലൈക്ക് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റും സെൽഫ് കൺസ്ട്രക്ഷന്റെ എല്ലാം ക്വസ്റ്റ്യൻസ് റെഡി. പക്ഷെ ഇപ്പോ ഈ 10:30 ഒരു ബാച്ചിന് ടേം എക്സാമിനേഷൻ ഉണ്ടായിരുന്നു 1. പിന്നെ മെയിൻ എക്സാം നടക്കുകയാണ് 8th ബാച്ചിന്റെ. അപ്പൊ അതിന്റെ ഒരു ഇത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ആഴ്ച തന്നെ കിട്ടും കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ ആദ്യം. ഓക്കെ, ഇന്ന് ക്ലാസ് ലീഡ് ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? യെസ്. ആരും ഇല്ലേ ലീഡ് ചെയ്യാൻ? അതൊന്ന് എടുക്കാനുള്ള താമസം അത്രയും. ആരും റെഡി അല്ലേ ക്ലാസ് ലീഡ് ചെയ്യാൻ? ചാൻസ്. റീഡ് ചെയ്യല്ലേ? എന്നിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ ക്ലാസ് ലീഡ് ചെയ്യാം. അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നോ പ്രോബ്ലം. ആക്ച്വലി ഓക്കെ, പ്രശ്നമില്ല. എവിടെയായി എന്നൊന്ന് പറയാമോ? തുടങ്ങിയോ? സ്റ്റാർട്ട് ചെയ്തു? Yes, ma'am. Limits of freedom. അതിൽ 4 പോയിന്റ് പറഞ്ഞു. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് അല്ലെ? എന്തും ചെയ്ത് അങ്ങനെയുള്ള രീതിയിലുള്ള ഫ്രീഡം അല്ല.
അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻഡിപെൻഡൻസ് ഫ്രീഡം അവർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഒപ്പം അവരിൽ ഉണ്ടാകുന്നതാണ് ആ ഒരു റെസ്പെക്ട്, മറ്റുള്ളവരോടുള്ള റെസ്പെക്ട്. കാരണം ഇപ്പോ നമ്മൾ ഒരാള് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന് വേണ്ടുന്ന ഒരു എൻവിയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അയാൾക്ക് നമ്മളോടൊരു സ്നേഹം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളോട് ഒരു റെസ്പെക്ട് ഉണ്ടാവും. അപ്പൊ ആ ചെയ്യാനായിട്ട് കൊടുത്ത മെറ്റീരിയൽസിനോട് ഒരു റെസ്പെക്ട് ഉണ്ടാവും, ആ ചെയ്യാൻ കിട്ടിയ സ്പേസിനോട് ഒരു റെസ്പെക്ട് ഉണ്ടാവും. അത് നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അവനോട് തന്നെ റെസ്പെക്ട് ഉണ്ടാവും. ഇപ്പൊ എങ്ങനെയാ റെസ്പെക്ട് വരുന്നതെന്ന് മനസ്സിലായോ? ഞാനൊന്ന് എന്റെ നോട്ട്സ് ഒന്ന് എടുത്തോട്ടെ. അപ്പോ എവിടെ വരെയായി? 4 പോയിന്റ്സ്. റെസ്പെക്ട് ഫോർ ഹിംസെൽഫ് വരെയായി അല്ലെ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കുട്ടിക്ക് അവന് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഒരു സ്പേസും അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ നമ്മളോട് നാച്ചുറലി റെസ്പെക്ട് എന്താന്ന് അവന് അറിയണില്ല, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് അവനിൽ ആ റെസ്പെക്ട് ആ തന്ന ആളോട് ഉണ്ടാകുന്നു, ആ ചുറ്റുപാടും ഉള്ള ആളുകളോട് ഉണ്ടാകുന്നു. അപ്പൊ കിട്ടിയ മെറ്റീരിയൽസോ എനിക്കിത് ചെയ്യാൻ വേണ്ടി തന്നതാ, സോ അതിനെ വളരെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യുന്നു. സോ മെറ്റീരിയൽസിനോട് റെസ്പെക്ട്. ആ ഇരുന്ന് ചെയ്യുന്ന സറൗണ്ടിങ്സ്, അവിടെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കി വെക്കില്ല. ആ സറൗണ്ടിങ്സിനോട്, എൻവിയോൺമെന്റിനോട് റെസ്പെക്ട്. ആ ആക്ടിവിറ്റി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ, പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അവന് അതിന്റെ ഫുൾ കൺട്രോൾ കിട്ടുന്നു. അത് നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടുന്നു, മനസ്സിലാകുന്നു. സോ അവനോട് തന്നെ ഒരു ബഹുമാനം തോന്നുവാണ്. നമുക്കും തോന്നില്ലേ, നമ്മളൊരു കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഐ എം ഗുഡ് എന്നൊരു ഫീല് തോന്നില്ലേ? നമ്മളെന്ന് പാറ്റ് ചെയ്യും ഐ എം ഗുഡ് എന്നുള്ള രീതിയിൽ. അത് നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ 4 പോയിന്റ് കഴിഞ്ഞു എന്നാണ് അങ്കിത പറഞ്ഞത്. സോ 5th ഓൺവേർഡ്സ്. അപ്പൊ അത് ആരാന്ന് വെച്ചാൽ റീഡ് ചെയ്തോളൂ. ഞാൻ എപ്പോഴേക്കും എന്റെ നോട്ട്സ് പതുക്കെ എടുത്തിട്ട് ഏതൊക്കെ വായിക്കണം എന്ന് പറയാം. 5, 6, 7 വായിക്കും. 3 വായിക്കും. അത് കഴിയുമ്പോ ബാക്കി വായിക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലായ കാര്യം, ഞാൻ ഈ ലൈൻ ബൈ ലൈനിന്റെ മീനിങ് അല്ല കേട്ടോ, ദാറ്റ്സ് നോട്ട് ദ വേ ഓഫ് ലേണിംഗ്. അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്ത് കാര്യം നിങ്ങൾക്ക് എൻഡ് ചെയ്യാം. അപ്പൊ വായിക്കുന്ന ആൾ അത് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ പോവാം. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് വേർഡ് മീനിങ് അല്ല ആവശ്യം, ഇന്ന ഡെപ്തിലേക്ക് പോയിട്ട് അത് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളുടെ എക്സ്പീരിയൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. ഓക്കെ, പ്ലീസ് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോഴേക്കും ഞാനൊന്ന് നോട്ട്സ് മെറ്റീരിയൽസ് ഒന്ന് എടുത്തോട്ടെ. വായിക്കാനും ആരുമില്ലേ? ഞാൻ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ബാക്കിയുള്ളവര് അതിനോട് ആഡ് ചെയ്യുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ മാം, ഞാൻ വായിക്കാം മാം. ആക്ച്വലി ടെക്സ്റ്റ് ബുക്ക് തപ്പുന്നുണ്ടായിരുന്നു. മാം ബുക്ക് എടുത്ത് വെച്ചാൽ അവൾ എടുത്തിട്ട് കൊണ്ടുവന്നാ ഇവിടെ വായിക്കുന്നുണ്ട് ആളെ എടുത്തിട്ട്. Okay, 5th point. Progress at its own rate of development. No child is ever related in Montessori environment. Each child is permitted to develop at its own rate. Since all activities in Montessori environment are individually present to each child, children are permitted to develop at its space. No competition and rewards are permitted in the environment. In classroom environment, we talk about independence within limits. We allow children freedom in many aspects. അടുത്ത പോയിന്റ് വായിക്കണം മാം. And 6th one, freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please, the inside as well as the outside of the classroom. Since of this freedom of movement, the Montessori class is not divided between work periods. And 7th one also. Okay ma'am, till where ma'am? ഞാൻ അത് കേട്ടിട്ട് എവിടെ വരെ വായിക്കണ്ടേ?
Okay. Freedom of choice. Children are free to select their own activities in the classroom. Freedom makes the children able to develop good working habits and sustain concentration. In order to have a selection of activities, the child must be presented with the variety of exercise designed for his auto education. And the eighth one, freedom of speech. അങ്കിത Montessori. 7 വരെ മതി. അത് നമ്മൾക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ. അപ്പോ അങ്കിത ഇപ്പൊ വായിച്ച സമയത്ത് അങ്കിതയ്ക്ക് എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യാൻ തോന്നിയോ? ഇത് ഇപ്പൊ നമ്മ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ മാമ പുള്ളറ മാതിരി വിടണോന്ന് മീൻസ് സിമ്പിൾ ആയിട്ട് പറയുന്നെങ്കിൽ ഞമ്മ ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പൊ 3 വയസ്സിന്റെ കുഞ്ഞുങ്ങളെല്ലാം എങ്ങനെ ഇതാക്കും, അവരെ പാട് വിടാം, അവർക്ക് എന്ത് വേണം അവര് തോന്നുന്ന മാതിരി ചെയ്യാന്ന്. അങ്ങനെ മോണ്ടിസറിന്റെ മാം അതന്നെ ഉദ്ദേശിച്ചിട്ടില്ലത്. പുള്ളറ മാതിരി വിടാം, അവർക്ക് എന്ത് വേണം ആ പണി അവര് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യട്ടെ, നമ്മളെ ഫോഴ്സിൽ ചെയ്യുന്ന വേണ്ട. ഇപ്പം പണ്ടത്തെ കാലത്തിലെല്ലാം ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് നീ അത് ചെയ്യണമെന്നെ, പറയണമെന്നെ, ആക്കണമെന്നെ, ഏതാണ് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വളർത്തിയിട്ട് ഇല്ലേത്. അപ്പൊ ഇപ്പത്തെ ഇതില് അങ്ങനെ ഇല്ല. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലേ മതി. ഇപ്പൊ പറ അതന്നെ ആളെന്തോ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഇപ്പൊ പിള്ളേർക്ക് ഇപ്പൊ എല്ലാ സ്കൂളിലും LKG UKG ഞാൻ ഇപ്പൊ എന്റെ മോള് പോകുന്ന സ്കൂളിലും അങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. അവർക്കിപ്പോ ഡ്രോയിങ് ബുക്ക്, കളർ പെൻ ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഇത് CBSE സ്കൂളാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. മീൻസ് ഞാൻ ചേർത്ത സ്കൂളിൽ അങ്ങനല്ല, ഫസ്റ്റ് തന്നെ എത്തിച്ചിട്ട് കൈ പിടിച്ച് എഴുതിപ്പിച്ച് അവളെ ഇതാക്കി. ബട്ട് ഈ സ്കൂൾ അങ്ങനല്ല, പിള്ളേരങ്ങളെ വിട്ടിട്ടുണ്ട്. അവർക്ക് ഡ്രോയിങ് ഇഷ്ടമാന്ന് അവര് പഠിച്ചിട്ടുണ്ട്. ഏതേ പിള്ളേരായെങ്കിൽ അവര് ഒരു ഡ്രോയിങ്സ് ഇല്ലെങ്കിൽ വരക്കാൻ ഇഷ്ടപ്പെടും. സോ അവരെ കൈമ അങ്ങനെ ചെയ്തിട്ട് ഒരു ബുക്കും കളർ കൊടുത്തിട്ട് ഒരു ഡ്രോയിങ് കൊടുത്തിട്ട് ആദ്യ കർവ്സ്, സ്റ്റാൻഡിങ് ലൈൻസ് എങ്ങനെ വേണോ അങ്ങനെ വരച്ചിട്ട് മുമ്പോട്ട് പോവാൻ വിട്ടിട്ടില്ല. സോ അപ്പൊ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് വരുന്നു, സ്റ്റഡീസിൽ ഇൻട്രസ്റ്റ് വരുന്നു. ഇതിൽ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞിട്ടില്ല. സോ അവരെ ചിരിക്കളന്ന് അങ്ങനെ വിടാന്ന് ഇത് പറഞ്ഞിട്ടില്ലേത് മാം. ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് അങ്ങനെ. ഫ്രീഡം മീൻസ് അതന്നെ അവരെ ഫ്രീഡം. ലാസ്റ്റ് സ്റ്റോറി ഇതിൽ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പുള്ളോറെ ചോയ്സ് ഒക്കെ വിട്ടുവിടാം, അത് വാല്യൂബിൾ ആയെങ്കിൽ മാത്രമേ അവർക്ക് അത് മാനിച്ചു കൊടുക്കണം. വാല്യൂബിൾ മീൻസ് എന്ത് മാം, അവർക്ക് വാല്യൂസിനെ അറിഞ്ഞിട്ടില്ല. പറയുന്നത് ഇച്ചിരി വാശിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, അങ്കിത പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. മോസ്റ്റ് പ്രോബബ്ലി എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവാറുണ്ട്. പക്ഷെ എനിക്കിത് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം, കുട്ടിക്ക് എന്തിനോടാണോ ഇൻട്രസ്റ്റ് അതിനുള്ളൊരു സ്പേസ് കൊടുക്കുമ്പോൾ നാച്ചുറലി പിന്നെയുള്ള കാര്യങ്ങളിലേക്ക് അവർ വരും. അപ്പൊ ആദ്യം വരയ്ക്കാൻ ക്രയോൺസ് വെച്ച് കളർ ചെയ്യാൻ കൊടുക്കുന്നു. നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് 4th റെക്കോർഡിൽ അതാണല്ലോ അല്ലെ. അവർക്ക് ആൽഫബറ്റ്സ് നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് കളർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ട്രേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ നേരെ അവരെ എഴുതിപ്പിക്കുന്നില്ല. അവർക്ക് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അങ്ങനെ ഗ്രാജുവലി അവർക്ക് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് വരുവാണ്. മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടായ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു പൊട്ടിത്തെറി, അതാണ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ എക്സ്പ്ലോഷൻ പോലെ വന്നതാണ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അവരെ കയ്യിൽ പിടിച്ച് എഴുതിക്കുകയോ കുറെ ഇമ്പോസിഷൻ കൊടുക്കുകയോ ഡിക്റ്റേഷൻ നടത്തുകയോ ഒന്നും ചെയ്തിട്ടല്ല അവർക്ക് റീഡിങ്ങും റൈറ്റിങ്ങും വന്നത്. അതൊരു എക്സ്പ്ലോഷൻ പോലെ അവിടെ ഉണ്ടാവുമായിരുന്നു. അതിന് വരുന്ന അതിന്റെ പല ഇൻസിഡൻസും മറിയ മോണ്ടിസോറി അവരുടെ ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിസ്കവറി ഓഫ് ചൈൽഡിൽ അവർ പറയുന്നുണ്ട്. ഓക്കെ, പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങളിപ്പോ അപ്പാരറ്റസ് റെക്കോർഡ്, മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡിൽ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ 3 എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു 5 ഏരിയയാണ്. മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത എൻവയോൺമെന്റ് 5 ഏരിയയാണ്. റെക്കോർഡ് എടുത്ത് നിങ്ങൾ കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം 5 ഏരിയ ആയിട്ടാണ് നമ്മൾ ആ റെക്കോർഡിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോറിയൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, സയൻസ്, ജോഗ്രഫി ആൻഡ് അതർ കൾച്ചറൽ ഏരിയ എന്ന് പറഞ്ഞ 5 ഏരിയയിലാണ് നമ്മളെല്ലാം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി
ഓരോ ഏരിയയിലും കുറേ ആക്ടിവിറ്റീസ് മോണ്ടിസോറി എൻവയോൺമെന്റിലുണ്ട്. ഈ ആക്ടിവിറ്റീസ് കുട്ടികളുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഡെമോ ക്ലാസ് പോലെ ആദ്യം കാണിച്ചു കൊടുക്കും, എന്നിട്ടാണ് അവർ തന്നെത്താനെ ഇരുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ സ്പീഡ് ആയിരിക്കില്ല മറ്റേ കുട്ടിയുടെ സ്പീഡ്. ആ സെയിം ആക്ടിവിറ്റി രണ്ടുപേർക്കും കൊടുക്കുന്നു. ഒരു കുട്ടി ആ ആക്ടിവിറ്റി 10 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മറ്റേ കുട്ടിക്ക് അതിന് 15 മിനിറ്റ്സ് എടുക്കും. പക്ഷെ നമ്മൾ അവിടെ അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, വേർതിരിക്കുന്നില്ല. കാരണം അവരവരുടെ സ്പീഡിൽ അവർ ചെയ്യട്ടെ, അതിനുള്ള ഫ്രീഡം. എന്നാൽ മാത്രമാണ് അവർക്ക് ഡെവലപ്മെന്റ്, ആ ഒരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതാണേ. കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. മൈൻഡ് സ്റ്റാർട്ടിങ്ങില് ഒരു ഓട്ട മത്സരം നടത്തുകയാണ്. ഒരു മൂവിയിലെ ഭാഗമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഹിന്ദി മൂവിയോ ഭോജ്പുരി മൂവിയോ എന്തോ ഒരു അതിന്റെ സ്റ്റാറ്റസിൽ കണ്ടതാ. അപ്പോ ഓട്ട മത്സരം നടത്തുകയാണ്. കൊച്ചു കുട്ടികളാണ്. അപ്പൊ മേ ബി 6-7 വയസ്സ് അത്രയെങ്ങാനേ കാണുള്ളൂ ആ കുട്ടികൾക്ക് പ്രായം. അപ്പോ അതില് എനിക്ക് തോന്നുന്നു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണോ എന്തോ അങ്ങനെ എന്തോ ആണ് അവിടെ മനസ്സിലായത്. ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പൊ ഒരു കുട്ടീനെ അവര് പുറകോട്ട് നീക്കി നിർത്തി. ഈ ഒരു ലൈൻ വരച്ചിട്ട് ബാക്കി എല്ലാ കുട്ടികളും ആ ലൈനിൽ നിൽക്കുകയാണ്. ഈ കുട്ടിയും അവിടെ വന്ന് നിന്നപ്പോ ആ കുട്ടിയെ പുറകിലൊക്കെ എനിക്ക് തോന്നുന്നു 5-6 സ്റ്റെപ്പ് ബാക്കിൽ അവനെ നിർത്തി. എന്ന് വെച്ചാല് ആ ആൾക്കാരുടെ ഉദ്ദേശം അവൻ ഫ്രണ്ടിലേക്ക് വന്നാൽ അവൻ ജയിക്കരുത്, മറ്റു കുട്ടികളുടെ കൂടെ ഇവൻ ജയിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് അവനെ ബാക്കിലേക്ക് നിർത്തിയത്. പക്ഷെ ആ എത്രത്തോളം അവനെ ബാക്കിലേക്ക് നിർത്തിയോ അത്രയും അവന് സ്പീഡ് കൂടി എന്നുള്ളതാണ്. അപ്പൊ അവന്റെ അവന്റെ വീട്ടുകാരൊക്കെ ഞാൻ നോക്കിയൊക്കെ അവർക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അപ്പൊ ആലോചിച്ചപ്പോ കുഞ്ഞിന്റെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടായിരിക്കും. പക്ഷെ അവൻ അതൊരു ചലഞ്ചായിട്ട് എടുത്ത് അവൻ ഭയങ്കര സ്പീഡിൽ ഓടിയിട്ട് അവൻ ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യുന്നതായിട്ട് ആ വീഡിയോ കാണുന്നത്. അപ്പൊ അവൻ ആ ബാക്കിലേക്ക് അവനെ നിർത്തിയപ്പോൾ അവന്റെ സ്പീഡ് കൂട്ടി. ഇത് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളിലും ഇത് ഉണ്ടാവണം എന്നില്ല അല്ലെ. ചില കുട്ടികൾ ഭയങ്കര ഡൗൺ ആയി പോകും. പക്ഷെ അവൻ അതെന്തോ ഭയങ്കര ചലഞ്ചായിട്ട് എടുത്തു. അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവന്റെ വീട്ടുകാരും നാട്ടുകാരും ഉണ്ടായിരുന്നു. അവനങ്ങ് സ്പീഡിൽ ഏറ്റവും മുന്നിൽ എത്താണ്. നമുക്ക് ഇവിടെ നമ്മൾക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഏറ്റവും ആദ്യം ഫിനിഷ് ചെയ്യണം, ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുന്നവർ, അവർക്ക് അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, അങ്ങനെയുള്ള റിവാർഡ്സ് ഇല്ല. ഏറ്റവും ലാസ്റ്റ് ചെയ്ത് തീർത്ത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവന് പണിഷ്മെന്റും ഇല്ല. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത. അവിടെ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ആണ്. അവിടെ കുട്ടികൾക്ക് ഇത് ചെയ്യണം, അവർക്ക് അവരുടെ സ്പീഡിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യണം. നമ്മള് കോമ്പറ്റീഷൻ സ്പിരിറ്റ് കുട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആദ്യം എത്താൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ റോങ് വേയിലൊക്കെ ചിലപ്പോൾ പോയിന്ന് വരും. ഈ അഡോളസൻസില് അതുവരെ നല്ല പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അവർക്ക് ഫൈനൽ 10th or 12th ഒക്കെ വരുമ്പോഴേക്കും പാരന്റ്സിന്റെ പ്രഷർ ഉണ്ടാകും, ടീച്ചേഴ്സിന്റെ പ്രഷർ ഉണ്ടാവും, കൂടെ നല്ല സുഹൃത്തായിരിക്കും, നല്ലപോലെ പഠിക്കുന്നുണ്ടാവും, അവളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം. അങ്ങനെ വരുമ്പോൾ ഈ പുറത്ത് നിന്നുള്ള ചില റോങ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സസ് ഇവരെ ഫോക്കസ് ചെയ്യും. ഇവരെ ടാർഗറ്റ് ചെയ്തിട്ട് ഡ്രഗ്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അവര് ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അത് ത്രൂ ഫ്രണ്ട്സ് തന്നെയായിരിക്കും. ഇത് കഴിച്ചാൽ പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കൂടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ മൂവീസിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഈ ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും, പിന്നെ അതില്ലാതെ അതിന് പറ്റില്ല, അതിന് വേണ്ടിയിട്ട് പിന്നെ അത് പല ആക്ടിവിറ്റീസിലേക്ക് പോകും. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളെ മത്സരബുദ്ധി എന്ന് പറയുന്നത് ആരോഗ്യകരമായ മത്സരബുദ്ധി തന്നെയായിരിക്കണം. അല്ലാതെ അവനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം, ഏറ്റവും ഫസ്റ്റ് നീ ആകണം, അങ്ങനെയാണ്. നിനക്ക് എന്താണോ പറ്റുന്നത് നിന്റെ പൊട്ടൻഷ്യല് അത് നമ്മൾ കുഞ്ഞുങ്ങളോട് അടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണ്. അതിനനുസരിച്ച് അവനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അവന് വേണ്ടുന്ന ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. നമുക്കറിയാലോ, നമ്മുടെ വീട്ടിലൊരു മാവ് ഉണ്ടെങ്കിൽ അതിൽ നിൽക്കുന്ന മാങ്ങ അത് കറക്റ്റ് ടൈം എടുത്ത് പഴുക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് വരിക അല്ലേ. അല്ലാതെ പഴുക്കൂന്ന് പറഞ്ഞ് തല്ലിയോ ഞെക്കിയോ നമ്മൾ പഴുപ്പിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് അതിന് കിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അത് തന്നെയാണ്. എത്തിക്സില് മിത്തോളജിയിൽ നമ്മളുടെ മഹാഭാരതത്തിലൊരു കഥയുണ്ടല്ലേ. കുന്തിദേവിക്ക് കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോഴേക്കും കുന്തിദേവിയുടെ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിക്കാൻ വേണ്ടി ഗാന്ധാരി വയറി പിടിച്ച് ഞെക്കും എന്തോ ചെയ്യും. അങ്ങനെ പുറത്തേക്ക് വരുന്നത് ഒരു മാംസകഷ്ണമാകും അല്ലേ. ഇതിനെ മുറിച്ച് ഭരണിയിലാക്കി അങ്ങനെയാണ് ഈ കുട്ടികൾ കൗരവരുണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ അവരിൽ പക്ഷെ ഡിഫോമിറ്റീസ് ഉണ്ടായിരുന്നു. അവരുടെ
പ്രവൃത്തികളിൽ, സ്വഭാവങ്ങളിൽ എല്ലാം ഡിഫോമിറ്റീസ് ഉണ്ടായിരുന്നു. ഇതൊരു പുരാണ കഥയാണ്, മിത്താണ്, ബട്ട് മെസ്സേജ് ഇത് തന്നെയല്ലേ. അപ്പോൾ എല്ലാം സമയമെടുത്ത് ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഡെവലപ്മെന്റിന്റെ പ്രോഗ്രസ് നല്ല രീതിയിൽ വരുള്ളൂ. സമയമെടുത്ത് ഉണ്ടാകുമ്പോൾ. സിമ്പിൾ എക്സാമ്പിൾ ആണ്, ഞെക്കി പഴിപ്പിച്ച പഴത്തിന്റെ മധുരം സാധാരണ പഴുക്കുന്നതിന്റെ അത്രയും ഉണ്ടാവില്ല. അതുപോലെ കുഞ്ഞുങ്ങളെ വിടുക, അവരുടെ സ്പീഡിൽ വിടുക, അപ്പോൾ അത് കറക്റ്റ് ആവും. പക്ഷെ അവരിൽ എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി കാണുവാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അത് മോണ്ടിസോറി എൻവയോൺമെന്റിൽ, മോണ്ടിസോറി മെത്തേഡിൽ പറ്റുന്നതാണ്. കാരണം എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ തോന്നിയിട്ടുള്ള കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഈ വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായിട്ട് നമ്മൾ ഈ ക്ലാസ് എടുത്ത് പോയിട്ട് പോലും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ, ഇത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് ഇതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഈ മെത്തേഡ് അവർ കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് വന്നത്. ഞാൻ അവരോട് അങ്ങനെ കൊടുക്കണമെന്നോ അവർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുട്ടിയുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഒന്നും ചോദിച്ചിട്ടില്ല. അവരുടെ ഉള്ളിൽ നിന്ന് വന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സ്മാർട്ട് ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ടും. അപ്പോൾ ശരിക്കും അത് നിങ്ങളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അതിനെ ഒന്ന് ട്രിഗർ ചെയ്തു. അത് മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തുള്ളൂ. അവിടെ ചെന്നപ്പോഴേക്കും മനസ്സിൽ വരികയാണ്, ഇറ്റ്സ് ഡിവൈൻ. മനസ്സിൽ വന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ അവന് ചിലപ്പോൾ ശരിയായിരിക്കും. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഡീവിയേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എടുത്തോ. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പല ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതില് വളരെ സ്ലീപ്പി, ലേസി, ഒരിടത്ത് ഇരുത്തി അവിടെ ഇരിക്കും, ഒന്നും ചെയ്യാതെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്ത കുട്ടികളുണ്ട്. അവർ ഡീവിയേറ്റഡ് കുട്ടികളാണ്. അവരിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞ്, അതുപോലെ അഗ്രസീവ് ഉണ്ട്, വയലന്റ് നേച്ചർ ഉണ്ട്, അവരും ഡീവിയേറ്റഡ് ആണ്. അവരിൽ നമുക്ക് എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? സാധാരണ ടീച്ചർമാര് ചെയ്യുന്ന പോലെ, ട്രഡീഷണൽ ടീച്ചേഴ്സ് കൺവെൻഷണൽ മെത്തേഡ് നമുക്ക് അവരിൽ അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മെത്തേഡും സ്വീകരിക്കാം. അവരെ എഴുതിക്കണോ അങ്ങനെയുള്ളതെല്ലാം ചെയ്ത് പതുക്കെ അവരിലെ ആ പ്രശ്നം മാറുമ്പോൾ നമുക്ക് അവരെ നോർമലൈസ്ഡ് കുട്ടികളുടെ പോലെ തന്നെ അവരുടെ ഇഷ്ടത്തിനുള്ള ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് എടുക്കാം. മറ്റേത് അവർക്ക് ഇഷ്ടത്തിനുള്ള ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്യാനുള്ള സെൻസ് അവരിൽ വരുന്നില്ല. ഒന്നും മിണ്ടാത്ത കുട്ടി സെലക്ട് ചെയ്യുകയില്ല. വളരെ വയലന്റ് ആയ കുട്ടികൾ അത് കൈ കിട്ടി ചിലപ്പോൾ അത് നശിപ്പിക്കാൻ നോക്കും. അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ട്രഡീഷണൽ ടീച്ചറെ പോലെ ആ കുട്ടികളെ ആദ്യം ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവരെ പണിഷ് ചെയ്യുക, ബീറ്റ് ചെയ്യുക, അതൊന്നും അല്ല കേട്ടോ. ട്രഡീഷണൽ ടീച്ചറെ പോലെ അവരെ ഇരുത്തി നമ്മൾ ഓരോന്ന് ചെയ്യിക്കണം. അവരുടെ ആ എനർജി എന്താണോ അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റി കൊടുക്കണം. ഹൈപ്പർ എനർജിയിൽ വരുന്ന കുട്ടികളെ അവന്റെ ആ നെഗറ്റീവ് സൈഡിലേക്കായിരിക്കും അവന്റെ എനർജി പോകുന്നത്. അതിനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോസിറ്റീവ് സൈഡിലേക്ക് ആക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി കൊടുക്കണം. ലേസി ആയിട്ടിരിക്കുന്ന കുട്ടി അവന്റെ ശരിക്കും റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കണം. ന്യൂട്രീഷ്യസ് ഫുഡിന്റെ ലാക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ആണോ, അവന് ശരിയായ രീതിയിലുള്ള ഫുഡ് ഇല്ല, അതുകൊണ്ടാണോ അവൻ ഇങ്ങനെയാകുക, അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഇൽനെസ് ഉണ്ടോ, ഇങ്ങനെ വല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അവന്റെ പാരന്റ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് വേണം അവനെ ആക്റ്റീവ് ആക്കി കൊണ്ടുവരിക. അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് അവനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും, അതായിരിക്കാം അങ്ങനെ അവനായി പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ഈ കുട്ടികളെ നോക്കണം. അപ്പൊ നോക്കൂ, നമ്മുടെ കയ്യില് ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി എത്ര കൂടുതലാ അല്ലെ. ഒരു കുട്ടിയാണെങ്കിൽ പോലും 10 കുട്ടികളാണെങ്കിൽ പോലും അവരെ എല്ലാം ഇങ്ങനെ ട്രെയിനീസ് ഇങ്ങനെ ഈ വൈവയ്ക്ക് വരുമ്പോഴാട്ടോ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത്. ചിലർ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഞാനിത് ചെയ്തപ്പോൾ അവരിൽ ഒത്തിരി മാറ്റം വന്നു. ചില ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ അല്പം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ജോയിൻ ചെയ്യിക്കും. കാരണം എന്തോ ഗവൺമെന്റിന്റെ എന്തോ ഇതൊക്കെ കിട്ടും. കാരണം അല്ലാത്ത സ്കൂളിൽ അവർക്ക് കൊണ്ടുപോകാനുള്ള ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ആ കുട്ടികളില് വളരെയധികം റിസൾട്ട് ഉണ്ടായിന്ന് പറഞ്ഞത്. നമ്മുടെ മോണ്ടിസോറിയും ഈ മെത്തേഡ് ആദ്യം അപ്ലൈ ചെയ്തത് സ്പെഷ്യൽ കുട്ടികളിലായിരുന്നു. സ്പെഷ്യൽ സ്കൂളുകൾ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, അവിടെ ഇരിക്കുന്ന മെറ്റീരിയൽസിന്റെ എല്ലാം ഫണ്ടമെന്റൽ മോണ്ടിസോറി മെറ്റീരിയൽസുമായിട്ട് കണക്റ്റഡ് ആണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇല്ലാത്ത ഒരു സ്പെഷ്യൽ സ്കൂളും ഞാൻ കണ്ടിട്ടില്ല. അതവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻസോറിയൽ എഡ്യൂക്കേഷൻ തന്നെയാണ് അവരും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സ്പെഷ്യൽ കുട്ടികൾക്കും നമ്മൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒത്തിരി ഒരാളുടെ സഹായമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ ആ ഒരു പെർസെൻറ്റേജുകളുടെ കൂടിയ കുട്ടികളിലൊന്നും
നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എന്നാൽ ആ സ്പെഷ്യൽ സ്കൂളുകൾ അവർക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പറ്റിയാൽ ഒരു സ്പെഷ്യൽ സ്കൂളും വിസിറ്റ് ചെയ്യും, ഒരു മോണ്ടിസോറി സ്കൂളും വിസിറ്റ് ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്, അവന്റെ സ്പീഡിൽ അവന് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. മോണ്ടിസോറി എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം എന്നുള്ളതിനെയാണ് കേട്ടോ ഈ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത്. സാധാരണ ട്രഡീഷണൽ സ്കൂളിലെ ക്ലാസ് റൂം പോലെ പീരിയഡ്സ് ആയിട്ട് തിരിച്ചിട്ടില്ല. ക്ലോസ്ഡ് ഡോർസ് ഇല്ല, ക്ലോസ്ഡ് വിൻഡോസ് ഇല്ല, ക്ലോസ്ഡ് ഷട്ടർ ഇല്ല. കുട്ടികൾക്ക് ഒരു സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നോളണം അന്നത്തെ ദിവസം മുഴുവനും, അവിടെ നിന്ന് അനങ്ങരുത്. ആ രീതിയിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ് സാധാരണ സ്കൂളുകളിൽ നമുക്കുള്ളത് കേട്ടോ. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടോ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരുന്നു, ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്ക് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിയിരിക്കാം, നിലത്തിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും എഴുതുമ്പോൾ നിലത്തിങ്ങനെ കിടന്നെഴുതിയതൊക്കെ ഓർമ്മയുണ്ട്. പക്ഷെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും സ്ഥിതി മാറും. നമ്മൾക്ക് ആ ഒരു ബെഞ്ചിൽ ആ ഒരു പ്ലേസ് ആണെങ്കിൽ അവിടെ നിന്ന് അനങ്ങരുത്, ആ ഒരു രീതിയിലാണ്. ഒന്ന് ഫുൾ ക്ലാസ് തീരുന്നവരെ ഇന്റർവൽ ടൈമിൽ മാത്രമായിരിക്കും എന്തെങ്കിലും. അങ്ങനെ ആ രീതിയിലായിരുന്നു നമ്മളുടെയൊക്കെ ക്ലാസ് റൂമുകൾ. ഇവിടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റിനെ ഇൻഡോറിനെ ഔട്ട്ഡോറുമായിട്ട് കണക്ട് ചെയ്യുന്ന വരാന്തകൾ നിറയേണ്ടത്. കുട്ടിക്ക് തന്നെ പോകാം ഔട്ട്ഡോറിലേക്ക്. ഗേറ്റ് ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ, അത് ഡേഞ്ചർ ആണ്, നമ്മൾ സേഫ്റ്റി നോക്കണം. പക്ഷെ കുട്ടി പോകുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യും. ചിലപ്പോൾ ഗാർഡനിലേക്ക് ആയിരിക്കും പോകുന്നത്, ചിലപ്പോൾ പ്ലേ ഏരിയയിൽ അവിടേക്ക് ആയിരിക്കും പോകുന്നത്. അങ്ങനെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അവിടെ ഉണ്ട് ഔട്ട്സൈഡ് ക്ലാസ് റൂമിലേക്ക് പോകാനും. മോണ്ടിസോറി ക്ലാസ് റൂം അങ്ങനെ വർക്ക് പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ചോയ്സ്. ഓൺ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാൻ. ഇപ്പൊ ടീച്ചർ ഇൻസ്ട്രക്ട് ചെയ്യുന്നില്ല, നീ ഇത് ചെയ്യണം, അഡീഷൻ ചെയ്യണം, നീ കൗണ്ടിങ് ചെയ്യും, അങ്ങനെ പറയുന്നേ ഇല്ല. അവിടെ ഓൺ ആക്ടിവിറ്റീസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം കുട്ടികൾക്കുണ്ട്. ഈ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് അവരിലെ ഡെവലപ്മെന്റ്, ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്സ്. അവർ ആ ഒരു ചെയ്യാൻ ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുമ്പോൾ ആ ആക്ടിവിറ്റി അവർ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കും. ആ ഒരു വർക്കിംഗ് ഹാബിറ്റ്സ് അവർക്ക് നല്ല കോൺസെൻട്രേഷനോട് കൂടി കിട്ടും. ഒരു കുട്ടിക്ക് താല്പര്യമില്ലാത്ത ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവനുള്ള ഗുഡ് വർക്കിംഗ് ഹാബിറ്റ്സും വരില്ല, കോൺസെൻട്രേഷനും ഉണ്ടാവില്ല അത് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കുട്ടിക്ക് ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഒരു എക്സിബിഷൻ പോലെ തന്നെ പ്രസന്റ് ചെയ്തിരിക്കണം അല്ലെ. വെറൈറ്റി ഓഫ് എക്സസൈസസ്, അതിന്റെ ഓട്ടോ എഡ്യൂക്കേഷൻ, തന്നെത്താനെയാ പഠിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഗൈഡ് ചെയ്യുന്നു, ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവന്റെ ഒരു വേൾഡ് ആണ്, തന്നെത്താനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രീഡം ഓഫ് ചോയ്സ് വരെയും പറഞ്ഞു. നെക്സ്റ്റ് ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ടു ഗ്രോവും വായിക്കാമോ? ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ പ്ലീസ്. എന്റെ മോന് ഇതുപോലെ അവനൊരു സ്പീച്ച് ഡിലേ ഉള്ള മോനായിരുന്നു. ഇപ്പം ഓക്കെ ആയി ഒരുവിധം. അപ്പൊ അവന് ഈ പഠിച്ചു തുടങ്ങിയതൊക്കെ, സംസാരത്തിന് പ്രശ്നമുണ്ടെങ്കിൽ പതുക്കെ പഠിപ്പിച്ചു തുടങ്ങിയതൊക്കെ. അപ്പൊ അവനൊരു സ്ലോ ലേണറാ. അപ്പൊ അവനെ ആദ്യം നമ്മളിങ്ങനെ, ഞാൻ LKG കൊണ്ടു ചെന്നപ്പോ അവിടുത്തെ ടീച്ചർമാർ ഇതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചിരുത്തി കൈയും കൊണ്ട് A B അങ്ങനെ എഴുതിച്ച് അങ്ങനെയായിരുന്നു. അപ്പൊ അവൻ എഴുതും, പക്ഷെ എന്താണ് എഴുതുന്നതെന്ന് അവൻ അറിയത്തില്ല. അവൻ മേളിൽ നോക്കി താഴോട്ട് ഇങ്ങനെ ABC വരച്ചു കൊണ്ടുവരുന്നല്ലാതെ അവനൊരു കൺസെപ്റ്റ് എന്തോന്ന് അറിയത്തില്ല. ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ ഈ ക്ലാസ്സിനൊക്കെ ചേർന്ന് ഈ മിസ്സിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം കുറെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനും വീട്ടിൽ വന്നിട്ട് ഇവനെ എഴുതടാ എന്നൊക്കെ പറഞ്ഞ് ഞാനും എഴുതിപ്പിക്കുമായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ അവൻ ഇൻട്രസ്റ്റ് പടം വരയ്ക്കാനാണ് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വന്നിട്ട് കണ്ട കാര്യങ്ങൾ അവൻ വരയ്ക്കും. അപ്പോൾ എന്നും വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ അങ്ങനെ ഫോഴ്സ് ചെയ്യാതെ കുറെ നേരം അവനെ കളിക്കാൻ വിടും. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ഒരു ബോർഡ് വാങ്ങിച്ചു കൊടുത്തു, ഒരു വൈറ്റ് ബോർഡ്. അതും മാർക്കർ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അവന് വരയ്ക്കാൻ കൊടുത്ത്. അപ്പോൾ അവൻ എന്നും വൈകിട്ട് കളിച്ചിട്ട് വരുമ്പോൾ അവനൊരു റുട്ടീനായിട്ട് കുറെ നേരം വരയ്ക്കും. വരച്ചു കഴിഞ്ഞിട്ട് അവൻ എന്നോട് തന്നെ വന്ന് പറയാൻ തുടങ്ങി, അമ്മേ വാ നമുക്ക് ഇനി എഴുതാം, അമ്മേ വാ നമുക്ക് പഠിക്കാം എന്നുള്ള രീതിയിൽ അവൻ എൻ്റെ അടുത്ത് അങ്ങനെ. പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ അവനെ വരുന്ന ഉടനെ, സ്കൂളിൽ നിന്ന് വരുന്ന ഉടനെ പഠിക്കാൻ വിളിച്ചാൽ അവൻ വരുമെങ്കിലും
കൊടുത്താലും അവൻ ശ്രദ്ധിക്കത്തില്ല, അവന് താല്പര്യമില്ല, അവൻ പഠിത്തത്തിനോട് അങ്ങ് ഒരു വെറുപ്പ് ആ ഒരു രീതിയിലായി. പക്ഷെ ഞാൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഞാൻ അവന്റെ ഇഷ്ടത്തിന് കുറച്ച് സമയം ഞാനും കൂടെ അവന്റെ കൂടെ ഇരുന്ന് പടമൊക്കെ വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം അവന് ഭയങ്കര മാറ്റം ഉണ്ടായത്. പിന്നെ അവൻ അപ്പം അത് കുറച്ച് സമയത്ത് അവന്റെ ഇഷ്ടത്തിന് വിട്ട് കഴിയുമ്പോൾ അവന് ഭയങ്കര കോൺസെൻട്രേഷനാണ്, പിന്നെ അവൻ പെട്ടെന്ന് പഠിക്കും. മറ്റേത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അവൻ ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അവന്റെ ഒരു ഇതിൽ വിട്ട് കഴിഞ്ഞിട്ട് അവൻ പഠിക്കാൻ വരുമ്പോൾ ചിലപ്പോൾ മറ്റേത് ഞാൻ 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിച്ചാലും കേൾക്കാത്ത കാര്യങ്ങൾ അവൻ 5 മിനിറ്റ് കൊണ്ട് അവൻ ക്യാച്ച് ചെയ്ത് അവൻ പഠിച്ച് അവൻ എന്നെ എഴുതി കാണിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിനകത്ത് വന്ന് കഴിഞ്ഞതിന് ശേഷം. എനിക്ക് എന്റെ മോന്റെ കാര്യത്തിൽ എനിക്ക് വരാൻ പറ്റിയ ഒരു വലിയൊരു മാറ്റം അത്. അങ്ങനെ ഒരുപാട് സ്ട്രിക്റ്റ് ചെയ്യാതെ അവന്റെ ഒരു ഫ്രീഡത്തിന് കുറച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം വരും. അതുപോലെ തന്നെ ഒരു ദിവസം മിസ്സിന്റെ ക്ലാസ്സിന് ഹസ്ബൻഡ് ലീവിന് വന്നപ്പോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തപ്പോ ക്ലാസ് കേട്ട് എന്നോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ പറയുന്നത്, നമുക്കിനി അവന് ഈ കാര്യമൊക്കെ നമുക്ക് ഇപ്പോഴും ഇവിടെ കേട്ടോണ്ടിരിപ്പുണ്ട് അപ്പുറത്ത്. നമുക്ക് അവന്റെ കാര്യത്തിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അവന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് അങ്ങ് ഫോഴ്സ് ചെയ്തില്ല. ശരിക്കും അവന് മുയലിന്റെ കൂട്ട് അവൻ ഓടാൻ പറ്റത്തില്ല, പക്ഷെ അവൻ ആമയുടെ സ്പീഡിലാണെന്നുണ്ടെങ്കിലും അവൻ അവന്റെ രീതിയിൽ പോട്ടെ എന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വിചാരിക്കുന്നത്. അവൻ ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാ. അങ്ങനെ മാർക്ക് കുറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല. അവൻ അവന്റെ സ്പീഡിൽ അവന്റെ ഗോൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സോട് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനമുണ്ട്. അവനും സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. രശ്മി, വളരെയധികം സന്തോഷം. ഈ ഒരു സന്തോഷം ഞങ്ങള് മേ ബി നമ്മളുടെ ഫാമിലി, സ്മാർട്ട് ഫാമിലിക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതെന്ന് ഞാൻ വിചാരിക്കണം. എനിക്കിത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാല് നമ്മളുടെ ലൈഫിലേക്ക് നമുക്കിത് ലിറ്ററലി ഐ എം ക്രൈയിങ് ആക്ച്വലി. എനിക്ക് അതെ, ഞാൻ ശരിക്കും അവനെ 3 വയസ്സ് തൊട്ട് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടെ സ്പീച്ച് തെറാപ്പി അന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അവിടെ ചെല്ലുമ്പം തന്നെ ഇതുപോലത്തെ ഈ ലെറ്റേഴ്സ്, ഈ അതുപോലെ നമ്മളിപ്പോ ഞാനിപ്പോ ഇപ്പൊ ക്ലാസ്സിൽ കേട്ടതുപോലത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ അന്ന് എനിക്കിത് മോണ്ടിസോറി എക്യുപ്മെന്റ്സ് ആണെന്നോ അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് പിള്ളേരെയൊക്കെ ABCD അല്ലെങ്കിൽ കൗണ്ടിങ്ങോ പഠിപ്പിക്കാനുള്ള എക്യുപ്മെന്റ്സ് ആണെന്നേ നമുക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഈ മോണ്ടിസോറി എക്യുപ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ സ്പീച്ച് ഡിലേ ഉള്ള കുഞ്ഞുങ്ങൾ, സംസാരിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ടിങ് പഠിക്കാനുള്ള എക്യുപ്മെന്റ്സ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിനകത്ത് പറഞ്ഞ കുറെ സാധനങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനിതൊന്നും അന്ന് എന്താണെന്ന് അറിയാതാണ് വാങ്ങിച്ചത്, ആമസോണിൽ നിന്ന് ഓടുന്നതൊക്കെ ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊക്കെ ഇതാണ്, ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലാവുന്നത്. പക്ഷെ ഇപ്പൊ അവൻ ഓക്കെ സ്കൂളിൽ പോയി പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ, ശരിക്കും തെറാപ്പിയേക്കാളിലൊക്കെ അവൻ എഫക്റ്റീവ് ആയത് കുഞ്ഞുങ്ങളുടെ കൂടുള്ള വർത്താനം. ഒരു UKG തൊട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോ ഇപ്പൊ സംസാരം ഇച്ചിരി കൂടുതലാണ്. ഇപ്പൊ സ്കൂളിൽ പോയിട്ട് ബാക്കി പിള്ളേരുടെ കൂടെ ഒക്കെ ഭയങ്കര ഹാപ്പിയാ പോവാനും എടുക്കാനൊക്കെ. അവന്റെ കൂടെ ഉള്ള പിള്ളേരാണ് ഇപ്പൊ ടീച്ചേഴ്സിനെക്കാളിലും എന്നെക്കാളിലും തെറാപ്പിസ്റ്റുമാരെക്കാളിലും അവന്റെ അടുത്തൊരു മാജിക് ഉണ്ടാക്കിയത് അവന്റെ കൂടെ അതേ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ. കാരണം അവര് കൊടുക്കുന്ന ഒരു സ്നേഹവും ഒരു കെയർ, അങ്ങനെ ഒരു സ്കൂൾ എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യം. ഭയങ്കര സപ്പോർട്ടീവ് കുഞ്ഞുങ്ങള്, പിള്ളേരെല്ലാരും, ഗേൾസ് ആണെന്നെങ്കിലും ബോയ്സ് ആണെന്നുണ്ടെങ്കിലും അവനെ അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാന്ന് വെച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളും. അവനോട് ഭയങ്കര സന്തോഷം. അവന് ഭയങ്കര സ്പീച്ചൊക്കെ ഇപ്പൊ അവന് 95% അവൻ ഓക്കെ ആയി. ആ ഒരു ഡിലേ എല്ലാം മാറി. പിന്നെ ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് അത്രയും ഒരു സ്പീഡ് ഇല്ലാത്തത്. അപ്പൊ ദൈവം സഹായിച്ച് ഞങ്ങളിപ്പോ അവനെ ഫോഴ്സ് ചെയ്യുന്നില്ല. അവൻ അവന്റേതായ സ്പീഡിൽ ഓടി ഓടി അവന് എത്തുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നടക്കട്ടെ. എന്തായാലും രശ്മിനെയും മോനെയും ഫാമിലിയൊക്കെ കാണാനായിട്ട് എന്തെങ്കിലും സാധിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. മിസ്, ഞാൻ കഴിഞ്ഞ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാൻ പറ്റിയില്ല. അടുത്ത ഇതിന് വരണമെന്നുണ്ട്. മാക്സിമം നോക്കും. സാറ്റർഡേ ആണ്, നവംബർ 2nd സാറ്റർഡേ ആണ്. 13th ബാച്ചിന്റെയാണ് നടത്തുന്നത്. 11, 12, 15. 11, 15 12 അത് കഴിഞ്ഞ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ 13 ആദ്യം നടത്തുന്നത്. നമ്മുടെ 13th ബാച്ചില് മണിപ്പൂരി കുട്ടികളുണ്ട്. അതില് 2 പേര് ഡൽഹിയിലും ഒരാള് മീൻസ് ബാംഗ്ലൂരും ഒരാള് നമ്മുടെ ഇവിടെ പറവൂരടുത്ത് മാള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഹോളി ഗ്രേസ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാ. അപ്പൊ ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന കുട്ടിക്ക് മാത്രം ഇങ്ങോട്ട് വരാൻ പറ്റുമല്ലോ, അടുത്താണല്ലോ. അപ്പൊ ആ കുട്ടി 2nd സാറ്റർഡേ 4th സാറ്റർഡേ ആണ് സ്കൂളിന് അവധി. അത് മാത്രമല്ല, ഈ നവംബറിലെ 2nd സാറ്റർഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് കിഡ്നി സ്റ്റോണിന്റെ ഇഷ്യൂ ഉണ്ട്. അതിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 13 ആദ്യം വെക്കുവാണ്. അപ്പൊ ആ കുട്ടീനെ നമുക്ക് ഏതെങ്കിലും ബാച്ചിന്റെ കൂടെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ 13 കുട്ടികൾക്ക് അതിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പൊ അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ വെച്ചു. അപ്പൊ അവരുടെ കൂടെ ജോയിൻ ആവും വരുവാണെങ്കിൽ 2nd സാറ്റർഡേ. നെക്സ്റ്റ് സാറ്റർഡേ ഉണ്ട്, 11th 15th അതിന്റെ അടുത്ത സാറ്റർഡേയും ഉണ്ടെന്നാണ് തോന്നുന്നത്. 11, 12 അങ്ങനെ നടത്തും.
ഓക്കെ, എനിവേ വളരെ സന്തോഷം. കാരണം നമ്മൾക്ക് കിട്ടുന്ന റിവാർഡ് ഇതൊക്കെയാണ്. അല്ലാതെ നമുക്ക് അങ്ങനെ പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ ഡയമണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നമ്മുടെ അതുപോലെ തന്നെ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ എപ്പോഴും പറയും, ഞാനിങ്ങനെ വർക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ, കാരണം എനിക്ക് കുറച്ചൊരു കരിയർ ഗ്യാപ്പ് വന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് ടീച്ചേഴ്സിനെ കൊണ്ട് കാണിക്കണ്ടായോ, അവർ കാണണ്ടായോ, നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര സപ്പോർട്ടൊക്കെ തരും. അപ്പൊ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് വരാൻ വേണ്ടിയിട്ട്. എവിടെയാ? ഞാൻ കൊല്ലം കൊട്ടാരക്കര. ഓ ശരി ശരി. ചെയ്ത വർക്കുകൾ ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും അസൈൻമെന്റ് ആൻഡ് റെക്കോർഡ്സ് ആണ് കൊണ്ടുവരുന്നത്. പിന്നെ വൈവ സമയത്താണ് എല്ലാവരും അത് ഡിസ്പ്ലേ ചെയ്തത്. ഇനിയിപ്പോ കൊണ്ടുവരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊണ്ടുവരും, നോ പ്രോബ്ലം. കഴിഞ്ഞ പ്രാവശ്യം 8th ബാച്ചാണ്, ഏതൊരു ബാച്ച് ഇതുപോലെ ട്രെയിനിൽ വന്നപ്പോ ഇതെല്ലാം കൊണ്ടുവന്നു. പിങ്ക് ടവർ ഒക്കെ വുഡ് കൊണ്ടാണ് ചെയ്തിരുന്നത് കേട്ടോ, ചാർട്ട് പേപ്പറിലല്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആള് ട്രെയിനിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ആ പിങ്ക് ടവർ നഷ്ടപ്പെട്ടു. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്വന്തം വണ്ടിയിലാണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇത് ട്രെയിനിൽ വെച്ച് ഞങ്ങൾക്കും ഭയങ്കര വിഷമമായി. ആ ഉടൻ ചെയ്ത പിങ്ക് ടവർ ട്രെയിനിൽ വെച്ച് എടുക്കാൻ വിട്ടുപോയി. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കുട്ടികൾക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഏതെങ്കിലും സ്കൂളിൽ പോകുമ്പോഴും പറ്റും. സ്കൂളുകളിൽ ശരിക്കും ചില സ്കൂൾ മാനേജ്മെന്റ് ഈ മെത്തേഡിനെ പറ്റി അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അറിയുന്നവർ ഇതിനെ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യും. നമ്മൾ ചെയ്യുന്ന ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലായി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം. കുറെ ട്രെയിനീസിന്റെ അടുത്ത് ഇങ്ങനെ പേയ്മെന്റ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി തരാമോ? അവർക്ക് അത്രയും അത് മനസ്സിലായിട്ടാണല്ലോ. അങ്ങനെ കുറെ പേര് ഷെയർ ചെയ്തിരുന്നു. ഇങ്ങനെ ആദ്യം പേയ്മെന്റ് ആയിരുന്നു പറഞ്ഞില്ല, ഉണ്ടാക്കി തരാമെന്ന് വെച്ചപ്പോ സന്തോഷത്തോടു കൂടെ തന്നെ അത് ചെയ്തു കൊടുത്തു കേട്ടോ. പക്ഷെ ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പം അവര് പറഞ്ഞു ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇത് വാങ്ങണമെന്നും പറഞ്ഞിട്ട് ക്യാഷ് കവറിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമ്മളുടെ എഫേർട്ടിന് അവര് ആക്സെപ്റ്റ് ചെയ്തത് ഒരു നല്ല വാല്യൂ തന്നെയാണ്. പക്ഷെ അവരാ നമ്മളുടെ സ്പെൻഡ് ചെയ്ത ടൈമിനും എഫേർട്ടിനും അവരൊരു വാല്യൂ കണ്ടു, അവരൊരു എമൗണ്ട് കൊടുക്കുകയും ചെയ്തു. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മ്യൂച്വൽ റെസ്പെക്ട് തന്നെയാണ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത് തന്നെയാണ്, മ്യൂച്വൽ റെസ്പെക്ട് ആണ്. അവർക്ക് ആ മെത്തേഡ് അറിയാതെ തന്നെ അവരിലത് ഉണ്ടായി. ഓക്കെ, സോ നമ്മളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് നെക്സ്റ്റ് അത് ആരാ റീഡ് ചെയ്യാൻ പോകുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ടു ഗ്രോ, പ്ലീസ്. യെസ്, ആരുല്ലേ? ആരും വായിക്കാനില്ലേ? ഞാൻ വായിക്കാം മാം. മാം ഇവിടെ കളിക്കുന്നുണ്ട്. Freedom of speech. The Montessori classroom differs from the traditional school. Children speak each other and start activities together whenever they like. They are not forced subtly or otherwise to join in any group or to share themselves with others when they are not ready or interested. Since they are not forced to compete with each other, their natural desire to help others develops spontaneously. In a Montessori environment, children are expected to obey the rules of basic courtesy, which consist of not interrupting other people. Since the Montessori approach different from that of traditional classroom, the emphasis on it is often missed. 9th one, freedom to grow. In Montessori classrooms, children are free to grow and to construct his own mental abilities in the prepared environment. All materials in the Montessori classroom are directed towards helping the child build his inner self. Thank you. Okay, so freedom of speech. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാം. നമ്മളുടെ ഒരു ക്ലാസ് റൂം, സാധാരണ ക്ലാസ് റൂമിൽ അങ്ങനെ കുട്ടികൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കുറവാണ്. ചെറിയ ക്ലാസ്സിൽ പിന്നെയും പെർമിറ്റ് ചെയ്തു തോന്നുന്നു അല്ലെ, വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ ട്രഡീഷണൽ ക്ലാസ് റൂമിന്റെ രീതികൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പഴയ ആ ഒരു സ്ട്രിക്ട്നെസ്, മിണ്ടാതിരിക്കുക എന്നുള്ള ആ ഒരു പതിവ് പല്ലവികളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാനായിട്ടാണ് കുട്ടികളോട് കൂടുതലും പറയുന്നത്. മാറുന്നുണ്ട് എന്ന് തന്നെ പറയാം.
പക്ഷെ അതിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച്, സിലബസിന്റെയും കരിക്കുലത്തിന്റെയും ഒക്കെ സ്ട്രക്ചർ അനുസരിച്ച് ടീച്ചേഴ്സിന് അത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സ്ട്രിക്ട്ലി അത് പോകുന്നത്. ചെറിയ ക്ലാസ്സിൽ LKG UKG കുട്ടികൾക്ക് ഒരു സ്പേസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം അല്ലെ, എപ്പോ വേണമെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാം. പക്ഷെ ഏതെങ്കിലും കുട്ടികൾ കിടന്ന് ഉറങ്ങുന്ന, ഉച്ച കഴിയുമ്പോൾ ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിലും കുട്ടികൾ ഉറങ്ങുന്നുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഉറങ്ങില്ല, പക്ഷെ അവർ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഇത് തന്നെ ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ മറിയ മോണ്ടിസോറിയുടെ ക്ലാസ് റൂമിലേക്ക് മറിയ മോണ്ടിസോറിയുടെ കുഞ്ഞു ബേബിയെ കൊണ്ടുവന്നു. ഉറങ്ങുന്ന ഒരു കുട്ടി. ആ കുട്ടി കൊണ്ടുവന്ന് അവിടെ കിടത്തുവാണ്. കുട്ടി നല്ല ഉറക്കം. മറ്റു കുട്ടികൾ ഇതിനെ നോക്കുക. അപ്പൊ അത് കാരണം അവരും മിണ്ടാതിരുന്നു. കുറെ പേര് ആ കുട്ടിയുടെ ഒപ്പം തന്നെ പോയി കിടന്നുറങ്ങി. കുറെ പേര് മിണ്ടാതിരുന്നു. പക്ഷെ കുട്ടി എണീറ്റ് വന്നപ്പോഴേക്കും ഇവരും വേഗം ആക്റ്റീവായി ആ കുട്ടിയായിട്ട് കളിക്കാനായിട്ട് തുടങ്ങി. ഇത് ക്ലാസ്സിൽ ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെയാണോ തേർഡ് ബാച്ചിലെയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു ട്രെയിനി ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളിൽ പോയിരുന്നു. അപ്പൊ ചെറിയ ഒരു മോനാ ഉള്ളത്, 3 വയസ്സ് ആകണേ ഉള്ളൂ. ആ മോനെ വീട്ടിലങ്ങനെ ആക്കിയിട്ട് പോകാൻ പറ്റില്ല, നോക്കാൻ ആരും ഇല്ലാത്ത കാരണം ഈ മോനെയും കൊണ്ടാണ് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നത്. മോൻ അവിടെ ഇരുന്ന് കളിക്കും, ഇത് ആ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും, ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ മോൻ അങ്ങ് കിടന്നുറങ്ങും. ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴേക്കും, ഒരു 2-2:30 ആകുമ്പോഴേക്കും ഇവൻ അവിടെ ഒരു ബെഞ്ചിലോ അവിടെ അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും മാറ്റിൽ കിടന്നുറങ്ങും. ഇത് കാണുമ്പോൾ ഇവൻ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ മറ്റു കുട്ടികളും മിണ്ടാതിരിക്കുന്നു. ചിലര് കൂടെ വന്ന് കിടന്നുറങ്ങുന്നു. ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടന്ന ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തപ്പോൾ ഈ കുട്ടി പറഞ്ഞതാണ്, ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഇതേ അനുഭവം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു കുട്ടി ഉറങ്ങുന്ന കാണുമ്പോൾ ഇവര് ഡിസ്റ്റർബ് ചെയ്യില്ല, അവരും സൈലൻസിനെ ഇഷ്ടപ്പെടുന്നു. ലവ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറിസ്റ്റിക്സ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ട്. ആ സൈലൻസിനെ ഇഷ്ടപ്പെടുന്നു. അതിന്റെ അർത്ഥം കുട്ടി ലോൺലി അല്ല, ലോൺലിനെസ്സിലേക്ക് പോകുന്നു എന്നല്ല. അവര് സൈലൻസ്, അതൊരു ഗെയിം ആയിട്ട് പിന്നെ മറിയ മോണ്ടിസോറി ചെയ്യാനായിട്ട് തുടങ്ങി. സൈലന്റ് ഗെയിം. നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവരെല്ലാം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ഇവർ ഈ ബ്രീത്തിനെ എങ്ങനെ ശ്രദ്ധിക്കും, ജസ്റ്റ് ലൈക്ക് എ മെഡിറ്റേഷൻ. അപ്പൊ അതൊക്കെ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് അവിടെ നടന്നു വരുന്ന കാര്യങ്ങളായിരുന്നു. ഇത് തന്നെ നമ്മൾ കുട്ടികളെ ചില ഗെയിംസ് ചെയ്യുമ്പോൾ ഇതുപോലെ മിണ്ടാതെ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ചെയ്യുമ്പോൾ അവര് ഏറ്റവും സൈലന്റ് ആവാനായിട്ട് നോക്കും, ഒരു അനക്കം പോലും ഉണ്ടാകാതെ നോക്കും. സാധാരണ ബഹളം വെച്ച് നടക്കുന്ന കുട്ടികളാണെങ്കിലും സിറ്റുവേഷൻസിനനുസരിച്ച് അവർ മാറും. ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ അവർക്ക് ആ സെൻസ് ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളത്. മാവ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ ആ ബേബി ഉറങ്ങിക്കോട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ അഡോളസൻസിലേക്ക് പോകുമ്പോൾ, അതായത് കൗമാര കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലവ് ഓഫ് സൈലൻസ് വേറൊരു രീതിയിൽ വരും. സോളിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു ഇത്. അതിന്റെ അർത്ഥം ആള് ഡിപ്രഷനിലോ ലോൺലിനെസ്സിലോ ഒന്നുമല്ല. നമ്മൾക്ക് ചില സമയത്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കാനായിട്ട് നമുക്ക് ഇഷ്ടം തോന്നും. നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ ഈ സോളിറ്റ്യൂഡ് ഇഷ്ടപ്പെടും. ആ ഒരു സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂടുമായിരിക്കും. ചിലർ എഴുതും, ചിലർ കവിത എഴുതും, ചിലർ കഥ എഴുതും. അതുകൊണ്ട് സൈലൻസിലേക്ക് പോകുന്നത് ഡിപ്രഷനിലോ ലോൺലിനെസ്സോ അല്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു രീതിയിൽ അവരുടേതായ ഒരു രീതിയിൽ പോകുമ്പോൾ അവര് ചിലപ്പോൾ ആ സമയത്ത് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഒറ്റയ്ക്കിരിക്കണം കാണുമ്പോൾ എന്തോ പ്രശ്നമാണെന്നുള്ള രീതിയിൽ വിലയിരുത്തരുത്. പക്ഷെ ശ്രദ്ധിക്കുക വേണം. പ്രത്യേകിച്ചും അഡോളസൻസ് ഗ്രൂപ്പിനെ അവര് സൈലൻസിലേക്ക് പോകുമ്പോൾ മറ്റേ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ. ഇവിടെ അവര് പെട്ടെന്ന് ആക്റ്റീവായ ഒരാൾ അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഈ 2 ഏജിലും സോളിറ്റ്യൂഡ് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, ലവ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ യെസ്. അപ്പൊ ഒരു ഫ്രീഡം ഉണ്ട് ഇവർക്ക്, ഫ്രീഡം ടു സ്പീച്ച്. പിന്നെ അതുപോലെ തന്നെ ഇവരെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു കാര്യങ്ങളും ചെയ്യിക്കുന്നില്ല. ഇവരിൽ നാച്ചുറൽ ആയിട്ടാണ് പല കാര്യങ്ങളും വരുന്നത്. അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ആണെങ്കിലും ഇതെല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ്. മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികളിൽ ഒബീഡിയൻസ് വരുന്ന കാര്യം നമുക്കറിയാം. അതായത് മറ്റുള്ളവരെ എന്താ പറയാ റെസ്പെക്റ്റോട് കൂടി പെരുമാറണം, കേർട്സി,
അവരെ റെസ്പെക്റ്റോട് കൂടി പെരുമാറണം, മറ്റുള്ള ആൾക്കാരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. ഇതറിയാം. ഇത് ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ പോയപ്പോൾ ഞാനതൊക്കെ ശരിക്കും കണ്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികള് നമ്മൾ തമ്മിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്യും. ഇതൊക്കെ അവരിൽ അവിടെ തന്നെ ഡെവലപ്പ് ആകുന്ന, അവർ ഇന്ററപ്റ്റ് ചെയ്യേയില്ല, അവർ വെയിറ്റ് ചെയ്യും. നമ്മള് നിർത്തുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ഇതെല്ലാം ഇവരിൽ സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ നടക്കുകയാണ്. കാരണം ഓൾറെഡി അവർക്ക് സംസാരിക്കാനുള്ള ഫ്രീഡം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ അധികം സംസാരിക്കുമ്പോഴേക്കും നമ്മൾ തടസ്സപ്പെടുത്തുവാണ്. അവന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവൻ ഫ്രസ്ട്രേറ്റഡ് ആകുക. അവന് പിന്നെ അനുസരിക്കാനും ഇഷ്ടമുണ്ടാവില്ല, ദേഷ്യവും വാശിയും ഒക്കെ കാണിക്കും അല്ലെ. അപ്പൊ അങ്കിത ഇപ്പൊ ഇത് വായിക്കാൻ തുടങ്ങുമ്പോ കുഞ്ഞിടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് അങ്കിത വേറൊരു പണി ചെയ്യുന്ന കാണുമ്പോഴേക്കും അവനിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആൾ അവിടെ ഇരുന്ന് ഓരോരോന്നോ പറയും. അപ്പൊ അങ്കിത ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് കുഞ്ഞിന്റെ അടുത്തല്ലേ. ഇടയ്ക്ക് കുട്ടിയോട് ഓരോന്ന് നമ്മളോട് വായിക്കുന്ന സമയത്തും കുട്ടിയെ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഹി ഓർ ഷീ, ഐ ഡോണ്ട് റിമെമ്പർ, ഓക്കെയാണ് ഹി അല്ലെങ്കിൽ ഷീ ഓക്കെയാണ് ആ സമയത്ത്. അവർക്ക് സംസാരിക്കാനുള്ളൊരു ഫ്രീഡം നമ്മൾ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവര് നമ്മളെ അനുസരിക്കും. നമ്മളെ അനുസരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്ട്രിക്ട് റൂൾസ് ഒന്നും അല്ല പറയുന്നത്, അല്ലാത്തുള്ള കാര്യങ്ങളെല്ലാം അവര് ഒബേ ചെയ്യുവാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്രീഡം ടു ഗ്രോ. കുട്ടികള് ഫ്രീ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, മെറ്റീരിയൽസ് ഇഷ്ടമുള്ളത് അവര് ചൂസ് ചെയ്യുന്നു, അത് ആക്ടിവിറ്റി ചെയ്യുന്നു. അപ്പൊ അവർക്ക് അവരുടെ ഡെവലപ്മെന്റ് ഗ്രോത്ത് അവരെ സ്വയം കൺസ്ട്രക്ട് ചെയ്യാനുള്ള എല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുകയാണ്. ആ ഒരു മെന്റൽ എബിലിറ്റി ലക്ഷ്മി പറഞ്ഞ് ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഫ്രീഡം അവന് തന്നെ വളരാനുള്ള ഫ്രീഡവും ഒരു എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്തപ്പോ ആ മോൻ വളരെ ഭംഗിയായിട്ട് നർച്ചർ ചെയ്ത് വരുമായിരുന്നു. അവിടെ ശരിക്കും ഹാറ്റ്സ് ഓഫ് ടു ദ പാരന്റ്സ്. ആ മോന്റെ അച്ഛനെയും അമ്മേനെയും ലക്ഷ്മിനെയും ഹസ്ബൻഡിനെയും നമ്മൾ ശരിക്കും അവർക്കാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു നർച്ചറിങ്ങിന്റെ ആണ് അവനിലുണ്ടായ മാറ്റം. ആ ഒരു എൻവയോൺമെന്റ് അവന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഡെഫിനറ്റ്ലി അത് പിന്നെ അവന്റെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അത് വളരെ എന്താ പറയാ, ഒരു ഗിഫ്റ്റഡ് ആയിട്ട് തോന്നുന്നു ആ ഒരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്. അപ്പൊ അവൻ ശരിയായ ഒരു പൂന്തോട്ടത്തിൽ തന്നെയാണ് ഇപ്പോ. അവന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സോ ഫ്രീഡം ടു ഗ്രോ. നെക്സ്റ്റ് 10 and 11. 10 and 11 ഒരുമിച്ച് വായിക്കും. ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അതുപോലെ ഫ്രീഡം ഫ്രം ഡേഞ്ചർ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോളൂ. എന്നെ നമ്മുടെ സാറ് വിളിക്കുന്നുണ്ട്, ജയദേവ് സാറ്. ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തോളൂ, എന്നിട്ട് അല്ലെങ്കിൽ ബാക്കി ഒന്ന് വായിച്ചോളൂ. സാറ് വീണ്ടും വിളിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റീഡ് ചെയ്യണേ, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ആരുമില്ല വായിക്കാന്. ആക്ച്വലി ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെട്ട് ടെക്സ്റ്റ് ബുക്ക് കൈമില്ലടാ. ഞാൻ അടുക്കള ആരെങ്കിലും വായിക്കാറാ? ഞാൻ വായിക്കാം. Freedom to love and to be loved. Children have the right to love and be loved unconditionally. When the children sense that they are unwearingly, unquestionably loved, valued and respected just for being himself, they too will find in themselves the capacity of love others in the same way. Freedom from danger. The child has right to grow in danger. Safely has been strengthened through activities of practical life. Children are imparted knowledge
through systematic training in practical life skills such as deal with objects in the correct way, which could be probably dangerous. The teacher must be needful to watch for, guard against any emotional or spiritual damage that threaten the child. Freedom from competition. In order not to interfere with the child free selection of activity, there are no artificially persuaded competitions towards or punishment in Montessori classroom. Such prize and punishment are the instrument of slavery or for the spirit. The prize and the punishment are incentives towards unnatural or forced effort, and therefore the certainly cannot speak of the natural development of child in connection with them. The children achievements are never assessed from the adult point of view and categorized by marks, points, and stars. The inner motivation of child pursued him to work to the best of his ability and satisfaction of having done it so is reward enough. തസ്നീം ലാസ്റ്റ് വണ്ണും കൂടെ വായിക്കോളൂ, അതും കൂടി അല്ലേ ഉള്ളൂ, നമുക്ക് ഒരുമിച്ച് പറയാം. Okay. ഫ്രീഡം ഓഫ് പ്രഷർ. Freedom from pressure. He is permitted to go his own rate and development. He does not require to match up the hope of others. Through the freedom given in Montessori environment, the child has an unequal opportunity to reflect upon his own action, to determine their after effect both for himself and for others, to test himself against the limit of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self-knowledge is one of the most important results of freedom in a Montessori classroom. Okay, ma'am. ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അല്ലെ? അത് കുട്ടികൾക്ക് മാത്രല്ല, നമ്മൾക്കും അത് ആവശ്യം തന്നെയാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ആ ഒരു അത് റൈറ്റ്സുമാണ്, അതിനുള്ള ഫ്രീഡവും നമുക്ക് വേണം. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത് അവർക്ക് ശരിക്കും അവരെ നർച്ചർ ചെയ്യുന്ന ന്യൂട്രിയൻസ് തന്നെയാണ്. പാരന്റ്സ് ഇങ്ങനെ കണക്ക് പറയുന്നത് കേൾക്കുമ്പോ തന്നെ നാണം വരാറുണ്ട്. ഞാൻ എന്തൊക്കെ അവന് വേണ്ടി ചെയ്തു കൊടുത്തു, അവൻ പറഞ്ഞ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കൊടുത്തു, അവന് ഏറ്റവും നല്ല ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തു, അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് വേണ്ട അവരുടെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടത് ന്യൂട്രിയൻസിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു കാണും പലയിടത്തും. അത് അവിടെയാണ് ഏറ്റവും ലാക്കിങ് വരുന്നത്. അതാണ് പല കുട്ടികളും പല രീതിയിലും നമ്മൾ പല പല പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ആ ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ആസിഫ് അലി. ആസിഫ് അലിയുടെ ഇമോഷൻസ് എക്സ്പ്രഷൻസ് ഒക്കെ ഏറ്റവും അധികം കാണുന്നത് കണ്ണുകളിലാണ്. ആസിഫ് അലി ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, എനിക്ക് സ്നേഹം വേണം, അതാണ് എനിക്ക് അതില്ലാതെ പറ്റില്ല. ഞാനിപ്പോ നടന്നു പോകുമ്പോ എന്റെ മുന്നിലൂടെ ഒരാൾ വരുമ്പോ അയാൾ അറ്റ്ലീസ്റ്റ് എനിക്കൊരു ചിരിയെങ്കിലും തരണം, അല്ലെങ്കിൽ എനിക്കാകെ വിഷമമായി പോകും. ആസിഫ് അലി പറയുന്ന കാര്യമാണ്, എന്തുകൊണ്ട് അയാൾ ചിരിച്ചില്ല. അപ്പൊ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന പല എക്സ്പ്രഷൻസ്, അതിലൊന്നാണ് ഒരു സ്മൈല്. അല്ലേ, നമ്മൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഉള്ളിൽ നിന്നും ആ ഒരു ഇഷ്ടത്തോടു കൂടിയൊരു സ്മൈല് വരും. അതേസമയം തന്നെ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളെയാണ് നമ്മൾ ചിരിക്കേണ്ടാവും. നമ്മള് ബസ്സിൽ കയറുമ്പോൾ ഒരു സീറ്റിൽ ഒരാൾ മാത്രമേ ഇരിക്കുന്നു, നമ്മൾ അവിടെ ഇരിക്കാനായി ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അയാളെ നോക്കി ചിരിക്കും, അല്ലെ? എന്നിട്ട് അവിടെ അടുത്തിരിക്കും. അപ്പൊ അങ്ങനെ അപ്പൊ അത് ആണ് ഒരു പരസ്പരം ഒരു എന്താ പറയുക ട്രാൻസ്മിഷനോ ഒരു കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തോ. അപ്പൊ അതുപോലെ കുട്ടികളും ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അതിനുള്ള ഫ്രീഡം അവർക്ക് വേണം. റൈറ്റ് ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് അൺകണ്ടീഷണലി, കണ്ടീഷൻസ് വെച്ചിട്ടില്ല. നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാം, ആ ഒരു രീതിയിൽ ഒരു കണ്ടീഷൻസും വെച്ചിട്ടില്ല നമ്മൾക്ക് സ്നേഹം എന്ന് പറയുന്നത്.
അതിങ്ങനെ എന്താ പറയാ, ഒരു ലിമിറ്റ് വെച്ചിട്ട് ചില പാരന്റ്സ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി വഷളാവും, അതുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാതെ ഭയങ്കരമായിട്ട് ഇന്ന് മസിൽ പിടിച്ചിരിക്കുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും. ഞാനൊരു പാരന്റ്സിന് സെഷൻ എടുക്കുമായിരുന്നു, ഏതൊക്കെ ക്ലാസ്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. +2 കുട്ടികളുടെ പാരന്റ്സ് ആയിരുന്നു കേട്ടോ. സെഷൻസ് ഏകദേശം ഒരു 45 മിനിറ്റ്സ് സെഷൻ എടുത്തുള്ളൂ. സെഷൻ കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ ഫീഡ്ബാക്ക് ചോദിക്കുമല്ലോ. ഞാൻ ചോദിച്ചത് ഞാനല്ല, ആ സ്കൂളിലെ പ്രിൻസിപ്പളാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടിയുടെ അച്ഛൻ, ഞാനിങ്ങനെ ഫേസ് ചെയ്ത് ഇരിക്കുവാണ് ക്രൗഡിൽ, ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ എന്റെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നു. പുള്ളി മൈക്ക് വാങ്ങിച്ചിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്യാതെ തിരിഞ്ഞു നിന്നിട്ട് ഒരു സെന്റൻസ് മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ: ഞാൻ എന്റെ മകന് ഇനി നല്ലൊരു അച്ഛനും കൂട്ടുകാരനും ആയിരിക്കും എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പൊട്ടിക്കരയുമായിരുന്നു. കാരണം ആ ഒറ്റ സ്റ്റേറ്റ്മെന്റിലും പുള്ളിയുടെ ആ ഒരു ഇമോഷൻ പുള്ളി ബേസ്റ്റ് ഔട്ട് ആവുമായിരുന്നു. പൊട്ടിക്കരഞ്ഞു പോയി, ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നീട് അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു, ഞാനവിടെ എക്സ്റ്റേണൽ ആയിട്ട് ചെന്ന ആളാണല്ലോ, ടീച്ചേഴ്സ് പറഞ്ഞാണ് അറിയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ഫാദർ ആയിരുന്നു എന്ന്. ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യായിരുന്നു കുട്ടിയെ, ബീറ്റ് ചെയ്യും, പണിഷ് ചെയ്യും. ഒരിക്കലും സ്നേഹത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ച് കുട്ടിയോട് കാണിച്ചിട്ടില്ല. പക്ഷെ പുള്ളിക്ക് ദേഷ്യമല്ല, പുള്ളിക്ക് ഇഷ്ടമൊക്കെ ഉള്ളിലുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കുന്നില്ലായിരുന്നു. അപ്പൊ കുട്ടിക്ക് ഫാദറുമായിട്ട് ഒരു അടുപ്പമില്ല, കാരണം അതുപോലെ ഇങ്ങനെ പേടിപ്പിക്കലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ. പക്ഷെ അതിനുശേഷം അവരുടെ ലൈഫ് അങ്ങ് മാറി മറിയായിരുന്നു. കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. അപ്പൊ ആ ഒരു അച്ഛൻ വേണമെങ്കിൽ അയാൾക്ക് മിണ്ടാതിരിക്കുകയായിരുന്നു, പക്ഷെ പുള്ളിയുടെ ആ ഇമോഷൻസ് മുഴുവൻ അവിടെ എക്സ്പ്രസ് ചെയ്തു. അൺകണ്ടീഷണലി അൺക്വസ്റ്റ്യനബിളി ഇവരെ സ്നേഹിക്കുക, വാല്യൂ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. അല്ലാണ്ട് കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ ഞാൻ പറയുന്നത് കേട്ടാൽ മതി അങ്ങനെ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളല്ല. അങ്ങനെ ആകുമ്പോൾ സെയിം വേയിൽ അവരും സ്നേഹിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നതോ അതായിരിക്കും അവരിലൂടെ പ്രത്യേകം ചെല്ലുന്നത്, അവരും സ്നേഹിക്കാനായി തുടങ്ങും. നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ. ചെറുപ്പം തുടങ്ങി നമ്മള് ചില കാര്യങ്ങള് കുട്ടികളെ അതിലൊക്കെ ഒന്നും പറ, അങ്ങനല്ല, അത് കമ്പയർ ആവുന്നില്ല അറിയാല. ഇപ്പൊ ഞങ്ങ പേരൻസ് തന്നെ സെക്കൻഡ് ബേബി ഞമ്മ പ്ലാൻ ചെയ്തപ്പോ ഈ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ നമ്മളെ ചുറ്റിയില്ല ആൾക്കാര്, ഈ വലിയ മൂത്ത കുഞ്ഞിക്ക് ഞമ്മ വിചാരിക്കൂ ഈക്വൽ ലവ് കൊടുക്കണം, ഞമ്മ അവരെ മെന്റലി പ്രിപ്പയർ ആക്കിക്കൊണ്ട് വരും. മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മന്ത്ലി പോകുമ്പോ അവര് വീക്ക് ആയിട്ട് വരും, മൂത്തതും വീക്ക് ആയോണ്ടേ വരും. എന്തായാലും ആ മമ്മി അധിക കെയർ അതിന് കൊടുക്കുന്നുണ്ട്. ഞാനും എന്റെ ഹസ്ബൻഡ് എന്താക്കി അവളി പറഞ്ഞു, ഇല്ല ബാബ നിനക്ക് വേണായിട്ട് ആ രണ്ടാമത്തതല്ലോ, അപ്പൊ നീ അവളായിട്ട് കളിക്കുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞമ്മ ഇങ്ങനെ വരുമ്പോ ഈ ആൾക്കാർ എന്താക്കും, അയ്യോ നല്ലോണോ ആദ്യം രണ്ടാമത്തെ വന്നു ഇനി നിന്നെ ഇഷ്ടല്ല, ഇത് കൊടുത്തിട്ട് ആളിപ്പൊ എങ്ങനാന്ന് പറഞ്ഞാല് ഡെഡ് ഓപ്പോസിറ്റ് മാം എന്റെ മൂത്തോള്. ബട്ട് പറയൂല മാം, ഇല്ല നിനക്ക് അവളെ കൂടുതൽ ഇഷ്ടം എന്നെ ഇഷ്ടമില്ല അത് പറയൂല. ബട്ട് അവൾ അതിനെ അഗ്രസീവ്ലി കാണിക്കും, മീൻസ് അവള് ചെയ്യുന്ന കാര്യത്തിൽ കാണിക്കും. ഒന്ന് സഡന് പറഞ്ഞിട്ട് വിടും, നിനക്ക് അവളെ ഇഷ്ടം അങ്ങനെ ആയതുകൊണ്ട് നീ എന്നെ കെയറാക്കൂല എന്ന് പെട്ടെന്ന് പറഞ്ഞു വിടും. അപ്പൊ തന്നെ ചോദിക്കും എന്തെന്ന്. അപ്പൊ ഇല്ല മമ്മി ഞാൻ അവളെ ഈക്വൽ ആയിട്ട് ഞാൻ ലവ് ചെയ്യുന്നുണ്ട്, എനക്ക് അവളെ ഇഷ്ടം, അവൾ എന്റെ അനിയത്തി ഇങ്ങനെ പറയും. ബട്ട് ഈ ആൾക്കാർ ഒന്ന് എപ്പോഴും ഇതേ ഒരു ഡയലോഗ്, നല്ല ഇനി നിന്റെ അച്ഛനും അമ്മേനും ഇനി വേണ്ട, ഇനി നിന്റെ അനിയത്തി തന്നെ വേണം, അവരെന്നെ ഞാനപ്പോ അവർക്ക് ലാസ്റ്റ് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നതിനെ നിർത്തി. പണ്ടത്തെ കാലത്തില് ഓക്കെ ആയിരുന്നു, മീൻസ് 5-6 പിള്ളേരുണ്ടാവും അവരെ ബാക്കില് ചേച്ചിയെങ്കിൽ കെയർ ചെയ്യൂന്ന് ആ മെന്റാലിറ്റി ഉണ്ടാവും. ഇപ്പത്തെ പിള്ളേർ അങ്ങനെയില്ല, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങക്ക് പ്രശ്നമില്ല, പേരൻസ് ആയിട്ട് ഞനക്ക് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് കളമ്പിയതും ഉണ്ട് മമ്മി, വീട്ടില് കളമ്പിയതും ഉണ്ട് മാം. മീൻസ് അപ്പൊ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇവക്കേ ഇല്ലോന്ന് പറഞ്ഞതുണ്ട്. കറക്റ്റ് എനക്കേ ഇല്ലോന്ന് പറഞ്ഞു ഞാന്. മീൻസ് എന്റെ പിള്ളേർ എനക്ക് ഇമ്പോർട്ടന്റ്, ഞാൻ രണ്ടാൾക്കും ഈക്വൽ ആയിട്ട് ഞാൻ കെയറും കൊടുക്കുന്നുണ്ട്, ലവും കൊടുക്കുന്നു, അതിന്റെ ടൈമും കൊടുക്കുന്നുണ്ട്. അതിന്റെ നടുക്ക് വന്നിട്ട് നിങ്ങൾ മൂന്നാമത്തെ ആള് ഇത് വെക്കണമെന്നില്ല എന്ന് പറഞ്ഞു. അത് കുറെ ആൾക്ക് ഇഷ്ടപ്പെടൂല, ബട്ട് അത് ഇപ്പത്തെ പിള്ളേർക്ക് ഇതാന്നുണ്ട്. ഞാൻ ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു മാം, ഞാൻ കൺസൾട്ട് ചെയ്തു മാം, ഇങ്ങനെ ആയിട്ടുണ്ട്, അവളെ എഡ്യൂക്കേഷൻ എല്ലാം റൂട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു 7 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ഉണ്ട്, അങ്ങനെ ആയതുകൊണ്ട് ആ ഡിപ്രഷന് വരുന്ന ചാൻസസ് ഉണ്ട്.
ഞാനപ്പോ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നം വീട്ടിലുണ്ടായിരുന്നു. ഇതാ മെയിൻ പോയിന്റ്. കുഞ്ഞുങ്ങൾ ഡിപ്രഷനോ വേറെ റൂട്ട് എടുക്കാൻ റീസൺ ഇത് മീൻസ് നമ്മ ഒരു ലെവലിൽ വെച്ചിട്ടുണ്ടാവും, അവര് മറ്റേ ലെവലിൽ അതിനും കൊണ്ടിട്ട് വെക്കുന്നത് പ്രോബ്ലം മീൻസ് പേരന്റിലേ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഗേൾ ആയതുകൊണ്ട് അവൾ അഡ്ജസ്റ്റ് ആവുന്നത് ആയിരിക്കും. ബട്ട് ഇതേ കാര്യത്തിൽ ബോയ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് കുഞ്ഞി കിട്ടുന്ന സംഭവം കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മീൻസ് ആൺപിള്ളങ്ങ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ഡിപ്രഷൻ, നമ്മ വിചാരിക്കാത്ത ഡിപ്രഷനൊക്കെ പോകുന്നുണ്ട്. ബട്ട് നിങ്ങളെ മോള് ഓക്കെ, അവള് ഈക്വൽ ആയിട്ട് എടുത്തതുകൊണ്ട് നിങ്ങക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞത് ഒരു ഞമ്മക്ക് സമാധാനായിട്ടില്ല അതുമ്മ. സോ ആൾക്കാരോട് പറയുന്നത് ഇത് എപ്പോഴും ആർക്കും പറയണ്ട. മീൻസ് നിനക്കില്ല, നിന്റെ അച്ഛനമ്മേനല്ല, അതെപ്പോഴും പറഞ്ഞോടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലവ് ആൻഡ് എഫക്ട് രണ്ട് പിള്ളങ്ങൾക്ക് പേരൻസ് ഈക്വൽ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ബട്ട് ഈ പണ്ടത്തെ കാലത്ത് അവർ ഈ വാക്കിനെ മാത്രം അവർ എന്തായാലും വിടുന്നില്ല തോന്നുന്നു. ഇനി അടുത്ത ജനറേഷൻ നമുക്ക് ഇത് വിടൂല എന്ന് തോന്നുന്നു. അങ്ങനെ ആയത്. സോ ഇപ്പൊ ഓക്കെ, അവളിപ്പോ അവളെന്നെ പറയും ഇല്ല ഞാൻ എന്റെ അനിയത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൾ എന്തോന്ന് വെച്ചിട്ട് കളിക്കും. ഇങ്ങനെ അവളെന്നെ മെന്റലി സ്ട്രോങ് ആയിട്ട് വരുന്നത് കൊണ്ട് പ്രശ്നമില്ല മാം. ഓക്കെ, ഞങ്ങക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. ഈവൻ ഞാനും കുട്ടികളുണ്ടായിരുന്ന സമയത്ത് പിന്നെ നമ്മൾ വേറെ താമസിച്ചുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും ഇവിടെ ഈ ഒരു എന്റെ മോളും മോനും തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ മോള് ഭയങ്കര മെച്യൂർ ആയിരുന്നു. അവൾക്ക് 4 വയസ്സ് കഴിഞ്ഞ ഉടനെയാണ് മോനുണ്ടാകുന്നത്. അപ്പൊ അവള് ആരും പറയണമെന്ന് ഇപ്പോഴും അവള് ബോധേഡല്ല. അന്നും അങ്ങനെ തന്നെ ഒരു ക്വാളിറ്റി ആ കുട്ടിക്ക്. കാരണം എനിക്കിത് വലിയ കാര്യമായിട്ട് അഫക്ട് ചെയ്തില്ല. പക്ഷെ ലാസ്റ്റ് ഡേ എന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പൊ മോൾ ആ സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. അപ്പൊ അവള് രാത്രി 12 മണിക്ക് എന്നെ വിളിച്ച് വിഷ് ചെയ്തു. ഇവള് വിഷ് ചെയ്ത് ഫോൺ അങ്ങ് വെച്ചതും മോൻ ഓടി വന്ന് എന്നെ വിഷ് ചെയ്തു. അപ്പൊ എന്നിട്ട് അവൻ എന്നോട് ആദ്യം എന്താ ചോദിച്ചെന്നറിയോ? ചേച്ചി എന്നല്ല വിളിക്കുന്നത്, പേരാ വിളിക്കുന്നത്. പ്രണവി അമ്മയെ വിഷ് ചെയ്തോന്ന് ചോദിച്ചു. 12 മണിയായപ്പോ വിളിച്ചു. ആണോ? കുറെ കറക്റ്റ് 12 മണിക്ക് വിളിച്ചോ? അവൻ 9ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. കറക്റ്റ് 12 മണിക്ക് വിളിച്ചോ? ഞാൻ 12 മണി കഴിഞ്ഞപ്പോ വിളിച്ചിരുന്നു. അപ്പൊ പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ അവൻ പലതവണ വന്ന് എന്നെ വിഷ് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം വിഷ് ചെയ്തോണ്ടിരിക്കുക, അങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ന് വെച്ചാൽ അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അവന് ആദ്യം വിഷ് ചെയ്യും. താങ്ക് യു സോ മച്ച്. അവന് ആദ്യം വിഷ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രണവി ചെയ്തതുകൊണ്ട് അവന് പ്രോബ്ലം ഒന്നുമില്ല. അവന്റെ ചേച്ചി ചെയ്തതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവന് ആദ്യം ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമം അത്രേ ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ നമ്മള് അവരെ തമ്മിൽ കോമ്പീറ്റ് ചെയ്യിക്കാനും ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈടെ ഓപ്പോസിറ്റ് മാം. എന്നാ വിഷാക്കല് കുറവ്, ഞാനും സെലിബ്രേറ്റ് ചെയ്തത് കുറവ്. ബട്ട് എന്റെ മോൾക്ക് ഇപ്പൊ ഓർമ്മ, അവള് മന്ത് അതന്നെ ആയതുകൊണ്ട് അവൾക്ക് ഓർമ്മ ഉണ്ട്. എന്റെ മന്ത് മമ്മിന്റെ മന്ത് സെയിം. ഇപ്പൊ വീട്ടിൽ ആരും വിഷ് ചെയ്തില്ലെങ്കിൽ എല്ലാരും പോയിട്ട് വിളിച്ചു വന്നിട്ട് വിഷ് ചെയ്യും. എന്റെ മമ്മിന്റെ ബർത്ത്ഡേ അല്ലേ, നിനക്ക് എന്താ വിഷ് ചെയ്യാന്, നിങ്ങക്ക് സെൻസ് ഇല്ലെന്ന് പറയും. അവരെ ചീത്ത വിളിച്ചിട്ടായെങ്കിൽ അവളെ എന്താ വിഷ് ചെയ്യിപ്പിക്കും. അതൊന്ന് ഇപ്പൊ ഒരു ഹാപ്പി മൂമെന്റ് എന്ന് പറയാം. ആരും വിഷ് ചെയ്യാത്തപ്പോ ഇവള് പോയി വിളിച്ച് വന്നിട്ട് എന്നെ വിഷ് ചെയ്യിപ്പിക്കും. ഓക്കെ, ദെൻ ഫ്രീഡം ഫ്രം ഡേഞ്ചർ നമ്മൾ പറഞ്ഞു. കുട്ടികളെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു. ലൈക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, പിന്നെ ഗ്ലാസ് പ്ലേറ്റുകൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. അതിന്റെ ഒരു കൺട്രോൾ അവർക്ക് കിട്ടണം. എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, ചേട്ടനാണ്. ഇപ്പം ഓൾമോസ്റ്റ് 55-56 വയസ്സ് കാണും ആൾക്ക്. ഇപ്പോഴും വീട്ടില് ഗ്യാസ് ഓൺ ചെയ്യുന്ന കാണുമ്പോൾ പുള്ളി ഓടി ഇറങ്ങി മുറ്റത്ത് വന്ന് നിൽക്കും. പേടിയാ, ചെറുപ്പം തുടങ്ങിയുള്ള പേടി അതിപ്പോഴും മാറിയിട്ടില്ല. അപ്പോ നമ്മള് ഫ്രീഡം ഫ്രം ഡേഞ്ചർ, അത് കുട്ടിയെ ഡേഞ്ചർ ആണെങ്കിലും നമ്മളുടെ അസിസ്റ്റൻസിൽ, നമ്മുടെ ഒരു ഒബ്സർവേഷനില് കുട്ടി അതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കണം. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഗ്യാസ് ഓൺ ചെയ്ത് ചായ വെക്കുകയോ ഓംലെറ്റ് ഉണ്ടാക്കുവോ പപ്പടം ഉണ്ടാക്കുവോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള രീതിയിൽ ആ 7th ആവുമ്പോഴേക്കും അവർ പ്രിപ്പയർഡ് ആവുന്നത് വളരെ നല്ലത് തന്നെയാണ്. അത് നമ്മള് ഗ്യാസ് ആണ് കുട്ടി ഹാൻഡിൽ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ കത്തി അത് ഇതെന്നൊക്കെ അവരത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഒട്ടും തെറ്റാതെ അതുപോലെ തന്നെ അവർ കെയർ ചെയ്യും. ലെഫ്റ്റിലേക്ക് സിലിണ്ടറിന്റെ നോബ് തിരിച്ചു കഴിഞ്ഞാൽ, അടുപ്പിന്റെ നോബ് തിരിച്ചു കഴിഞ്ഞാൽ സിമ്മാകും. റൈറ്റിലേക്ക് ഫുൾ തിരിയുമ്പോഴേക്കും അത് ഓഫ് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പിന്നെ ഒരു പേടിയില്ല. അപ്പൊ ആ ഒരു ഫ്രീഡം ഫ്രം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മള് അതും അവരെ പ്രാക്ടീസ് ചെയ്ത് അതിലും അവർക്കൊരു ഫ്രീഡം എന്നുള്ള രീതിയിൽ നമ്മൾ അത് നോക്കാതെ അങ്ങനെ ആ ഒരു ഏരിയയിലേക്ക് കടത്തി വിടാതെ കുട്ടിയെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകുമ്പോഴേക്കും
അവർക്ക് ത്രൂ ഔട്ട് ലൈഫ് അതിനെ പറ്റിയുള്ള അവയർനെസ്സും ഉണ്ടാവില്ല, കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാനും പറ്റില്ല. നമ്മുടെ ഒരു ട്രെയിനി ഒരു സ്കൂളിൽ പോയത് നല്ല രീതിയിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് ആ സ്കൂൾ സെലക്ട് ചെയ്തത്. പക്ഷെ അവിടെ PT പീരീഡ് കുട്ടികളെ കളിക്കാനായിട്ട് പുറത്ത് വിടില്ല, ക്ലാസ് റൂമിൽ തന്നെ ഇരുത്തും. അതായത് കുട്ടികൾ കളിക്കുമ്പോൾ എന്തെങ്കിലും വീണോ ഒക്കെ മുറിവൊക്കെ പറ്റുമല്ലോ, അങ്ങനെ പാരന്റ്സ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന പേടിച്ചിട്ടാണ് സ്കൂൾ അതോറിറ്റീസ് അത് ചെയ്യാത്തത്, അതിനെ അലോ ചെയ്യാതിരുന്നത്. അപ്പൊ അങ്ങനെ കുട്ടികൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരുമാതിരി ആയിട്ടുണ്ടാവും, അവർക്കിടയ്ക്ക് ഫിസിക്കലി അവർക്കൊരു മൂവ്മെന്റ് ഒക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെ അപകടം സംഭവിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഫിസിക്കൽ ഡീഫോർമേഷനും റിട്ടാർഡേഷൻ, വളർച്ച മുരടിച്ചു പോവാനും, അതുപോലെ തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും. മറ്റേത് അവർ കളിക്കുമ്പോൾ അവരുടെ മസിൽസ് നല്ല പോലെ ആക്റ്റീവ് ആകും, മസിൽസ് സ്ട്രോങ് ആവും, ഇതെല്ലാമാണ് ചെയ്യുന്നത്. വളരുന്ന പ്രായമല്ലേ. ആ കുട്ടിയോട് അവിടെ തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു, നല്ല പാക്കേജ് കൊടുത്തു. ഈ ഒരു കാരണം കൊണ്ട് അവിടെ ഒട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത തന്നെ ആ കുട്ടിയെ ജോബ് വേണ്ടെന്ന് വെച്ചു. അപ്പൊ അതിങ്ങനെ വളരെ വിഷമത്തോടു കൂടി പറയുമായിരുന്നു, നല്ലൊരു സ്കൂൾ നോക്കിയാൽ സെലക്ട് ചെയ്തത്. ആള് +1 +2 സ്റ്റുഡൻസ് ആ ക്ലാസ്സുകളിൽ, അതും ഗൾഫ് കൺട്രിയിൽ വെച്ചിട്ട് അവരുടെ കോർഡിനേറ്റർ ആയിരുന്നു. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു. ഇതിന് ഈ മെത്തേഡിനോട് ഇഷ്ടം തോന്നി സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സിന് ചേർന്നത്. അപ്പോഴാണ് ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോയെടുത്തുനിന്ന് വളരെ ഡിപ്രഷനോടുകൂടി തിരിച്ചു വന്നേ, ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറഞ്ഞിട്ടേ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ജസ്റ്റ് രണ്ടും ഞാൻ വേഗം ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇവിടെ റിവാർഡ്സും ഇല്ല, പണിഷ്മെന്റും ഇല്ല, കുട്ടികൾ അവരുടെ ഇഷ്ടത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്നു. ആ ഫ്രീഡം ഫ്രം കോമ്പറ്റീഷനില് 3 പാരഗ്രാഫ് ആയിട്ടുള്ളതിൽ 3ാമത്തെ പാരഗ്രാഫില് ചിൽഡ്രൻസ് അച്ചീവ്മെന്റ്സ് ആർ നെവർ അസസ്ഡ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ASSE ആണ്, O അല്ല. അസസ് ചെയ്യുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അസസ്ഡ് ആണ്. ഓക്ക് പകരം E. അഡൽട്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യരുത്. കാരണം നമ്മളുടെ ധാരണ ടോപ്പിന്ന് നോർമലി അഡൽട്സിന്റെ ധാരണ അങ്ങനെയുള്ള രീതിയിലായിരിക്കും. ആ ഒരു രീതിയിൽ മാർക്സ്, പോയിന്റ്സ്, ഗ്രേഡ്സ്, അങ്ങനെ സ്റ്റാർ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആ ഒരു രീതിയിൽ അസസ് ചെയ്യരുത്. ഒന്നുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറയാൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ പ്രഷറൈസ് ചെയ്ത് കുട്ടികളെ കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് നെക്സ്റ്റ് 1 വരുന്നത്. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഫ്രീഡത്തിന്റെ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട്, അടുത്തത് സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒന്ന് വായിച്ചിട്ട് വരും. നമുക്ക് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ എടുക്കാം. എനിവേ ഇന്ററാക്റ്റീവ് സെഷനാണ്, പക്ഷെ അതൊന്ന് വായിച്ചിട്ട് വരും. കുട്ടികൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡറിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ മോണ്ടിസോറി എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നു, റിയാലിറ്റി ഓറിയന്റഡ് ആണ്, പിന്നെ അവിടെ വളരെ ഭംഗിയായിട്ടൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി, വളരെ അട്രാക്റ്റീവ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള, അവരെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അതൊന്ന് ജസ്റ്റ് സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചിട്ട് വരും. അത് കഴിയുമ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.